RSSനെയും BJPയെയും എതിർക്കാൻ കോൺഗ്രസിന് പ്രത്യേകം നിലപാടില്ലെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ. കായംകുളത്ത് വാസുദേവൻ പിള്ള രക്തസാക്ഷി ദിനാചരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനം RSSന്റെയും BJPയുടെയും വളർച്ചയ്ക്ക് വഴിയൊരുക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. RSSനെയും BJPയും എതിർക്കാൻ കോൺഗ്രസിന് പ്രത്യേകമായ നിലപാടുകളില്ലെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ. കായംകുളത്ത് രക്തസാക്ഷി S. വാസുദേവൻ പിള്ളയുടെ അനുസ്മരണവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. CPIM സിന്ദാബാദ് ജനുവരി 2 സിന്ദാബാദ് ജനുവരി 2 സിന്ദാബാദ്. കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനമാണ് RSSന്റെയും BJPയുടെയും വളർച്ചയ്ക്ക് വഴിയൊരുക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ കുറിച്ചുള്ള അനുഭവങ്ങൾ ഈ രാജ്യത്തിലെ വർഗീയ പ്രത്യയശാസ്ത്രത്തിന്റെ ഉടമകളായിട്ടുള്ള RSS BJPയെ എതിർക്കാൻ കൃത്യമായിട്ടുള്ള നിലപാടില്ലാത്ത പാർട്ടിയാണ് എന്ന ബോധ്യമാണ് രാജ്യത്തിലെ ജനങ്ങൾക്കുള്ളത്. അവർ കൃത്യമായിട്ടുള്ള നിലപാടില്ല. ഞാൻ വിശദമായി അതിന്റെ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്കറിയാം, ഇന്ത്യ രാജ്യത്ത് BJP അധികാരത്തിലേറുന്നതിനും ശക്തിപ്പെടുന്നതിനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്ത് RSS BJP ഉയർത്തിക്കൊണ്ടുവന്ന രാം ജന്മഭൂമി ബാബരി മസ്ജിദ് തർക്കമാണ്. ഒരു സ്വത്ത് സംബന്ധിച്ചുള്ള തർക്കം. സാധാരണഗതിയിൽ കോടതിയിൽ വ്യവഹാരം നടക്കും, രണ്ട് ഭാഗത്തുമുള്ള വക്കീലന്മാർ വാദിക്കും. ഒരു സ്ഥലത്തെ സംബന്ധിച്ചുള്ള സിവിൽ തർക്കം ഈ രാജ്യത്തിലെ ജനങ്ങളുടെ തർക്കമാക്കി മാറ്റി, വർഗീയമായിട്ടുള്ള സംഘർഷങ്ങളാക്കി മാറ്റി, വർഗീയ കലാപങ്ങളാക്കി മാറ്റി, നിരപരാധികളായിട്ടുള്ള ആയിരക്കണക്കിന് മനുഷ്യന്മാരെ കൊന്നൊടുക്കുന്നതിലേക്ക് എത്തിച്ചു. ഇതിനൊക്കെ സാഹചര്യം ഒരുക്കിയിട്ടുള്ള പാർട്ടി ഏതാണ്? യാതൊരു സംശയമില്ല. ആ ചോദ്യത്തിന് ചരിത്രത്തെ സത്യസന്ധമായി വിലയിരുത്തുന്ന ഏതൊരാളും ഇടതുപക്ഷക്കാരനാവണമെന്നില്ല. ചരിത്രത്തെ സത്യസന്ധമായി വിലയിരുത്തി കഴിഞ്ഞാൽ ഈ രാജ്യത്തിലെ RSS BJPക്ക് ഇതിനൊക്കെ സാധ്യമാക്കിയിട്ടുള്ളത് രാജ്യത്തിലെ കോൺഗ്രസിന്റെ നയരാഹിത്യമാണ്. സംഘാടക സമിതി പ്രസിഡന്റ് B. അബിൻ ഷാ അധ്യക്ഷത വഹിച്ചു. S. കേശിനാഥ് സ്വാഗതം പറഞ്ഞു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം KH ബാബുജാൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം A. മഹേന്ദ്രൻ, U. പ്രതിഭ MLA, P. ഗാനകുമാർ, ഷിപ്പി ഹാരിസ്, P. അരവിന്ദാക്ഷൻ, S. നസീം, S. ആസാദ, V. പ്രഭാകരൻ, R. മധു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.